ഹായ് എവരിവൺ, ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസമാണിത്. ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ അടപ്പായസത്തിനേക്കാളും ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളും കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ്, പക്ഷെ നമ്മളാരും പേര് അതങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മക്രോണിയാണ്. മക്രോണി ഇതുപോലെ മിക്സിൻ്റെ പൊടിക്കുന്ന ജാറില്ല അതിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നമ്മൾ മുഴുവനായിട്ടുള്ള മക്രോണി ഇതുപോലത്തെ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാബുനരി എന്ന് പറയും, സാഗോ ആണിത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഒരു 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കും. അപ്പം ഞാൻ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ പായസത്തിലേക്കുള്ള മറ്റ് ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കും. ഈ 1 കപ്പ് മക്രോണിയും 1/2 കപ്പ് സാഗോയും വെച്ചിട്ടുള്ള ഈ പായസത്തിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. അത് 2 പാക്കറ്റ് പാൽ, 500 ml 2 പാക്ക് പാലെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം തിളക്കാറായിട്ടുണ്ട്. ഇനി തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോയും മക്രോണിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൂട്ടത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും കുറച്ച് പശയുള്ള കാരണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഞാനത് മുഴുവനായിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ കിടന്നിട്ട് ഇതൊന്ന് കുറച്ച് തിളക്കണം. ഈ പാലിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പാലിൽ കിടന്നിട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊരു കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ മധുരം ഇഷ്ടമായിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. 1 കപ്പ് പഞ്ചസാര ചേർത്ത് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പായസത്തിലൊക്കെ ചേർത്താൽ പായസത്തിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. അപ്പോൾ പഞ്ചസാര നല്ലൊന്ന് മെൽറ്റായി വരും. നമ്മുടെ പാലിൽ കിടന്നിട്ട് സാഗോയൊക്കെ നല്ല തിളച്ച് വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതാണ്. ഇത് ഏലക്ക മാത്രം പൊടിച്ചതാണ്, പഞ്ചസാര കൂട്ടാതെ. അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല തിക്കായിട്ടുണ്ട് നമ്മൾ പായസം. കുറച്ചൊക്കെ തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഏലക്കായും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പശു നെയ്യ് എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ നെയ്യാണ് കുറച്ച് എടുക്കാം. വേറെ പ്രത്യേക ടേസ്റ്റുള്ള നെയ്യ്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നെയ്യൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് അതിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഗോൾഡൻ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതുപോലെ കഴിക്കുകയാണെങ്കിലാണ് ഈ പായസത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ഗ്ലാസ്സിൽ കുടിക്കുന്നതിനേക്കാളും. ഇനി പായസത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തേൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പഴം കൂടെ വേണം. അത് ഞാലിപ്പൂവനോ മസൂരിപ്പഴമോ എന്തായാലും വേണ്ടില്ല, നല്ല പഴുത്ത പഴമാവണം. ഇനി ആ പഴവും പായസവും തേനും എല്ലാം കൂടെ കൈ വെച്ച് നല്ലോണം ഒന്ന് ഞെവിടിയിട്ട് വേണം ഇത് കഴിക്കാൻ. ഇത് നമ്മൾ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ ചെറിയ പഴം നല്ലോണം ഒരു 4 പീസാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേനും മേലൊട്ടിച്ച് കൊടുക്കുക. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പായസം തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.